ചേലക്കരയിലാണെങ്കിലും അതേപോലെ പാലക്കാടാണെങ്കിലും മണ്ഡലത്തിനകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടേ, വോട്ടേഴ്സ് ഒപ്പീനിയനും അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ മണ്ഡലത്തിന് പുറത്താ, കൊല്ലങ്കോട്ടെ മനോഹരമായ കാഴ്ചകൾ. നെൽപ്പാടങ്ങൾ, ഈ നെൽപ്പാടങ്ങളൊക്കെ ഇപ്പൊ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അല്ലാണ്ട് നമ്മൾ വന്നിരുന്നെങ്കിൽ മൊത്തം ഈ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ കണ്ണെത്താ ദൂരത്തോളമുള്ള നെൽപ്പാടങ്ങൾ, ഈ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ ഈ ചെറിയ വരമ്പ്, ഈ വരമ്പിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കൊല്ലങ്കോട് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഈ പാടത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും ആ കാണുന്നത് നെല്ലിയാമ്പതി മലനിരയാ. ആ മലനിരയിൽ കൂടി വെള്ളച്ചാട്ടങ്ങളുണ്ട്. എവിടെ തിരിഞ്ഞാലും നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഈ മലയാളികൾക്കുണ്ടല്ലോ, മലയാളികൾക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് ഗൃഹാതുരത നമുക്കൊരു വല്ലാത്തൊരു വീക്ക്നെസ് അല്ല, നൊസ്റ്റാൾജിയ. അങ്ങനെ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിക് ആവാൻ പറ്റിയ ഒരു സ്ഥലം. നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയ പല സാധനങ്ങളും ഒക്കെ അല്ലെങ്കിൽ പല കാഴ്ചകളും മെമ്മറീസും ഒക്കെ ഇവിടെ വന്നാൽ അത് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മറ്റൊന്ന്, ഞാനീ നടന്നു പോകുമ്പോഴേ അവിടെ കാണുന്ന കുറച്ച് സ്ഥലങ്ങൾ, ഒരു ഹട്ട് മാതിരി, കുടില് മാതിരി ഇങ്ങനെ ഈ പാടത്തിൽ ഒന്നാകെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത്, ഇതിനെ കുടിലിടങ്ങൾ എന്നാ പറയണേ. കുടിലിടങ്ങൾ എന്ന് വെച്ചാൽ ഈ നെൽവയലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കർഷകര് അവർ വിശ്രമിക്കുന്ന സ്ഥലമാണ് കുടിലിടങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കുടിലിടങ്ങൾ അവർ കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിറയെ സഞ്ചാരികളാട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ മുഴുവൻ ആളുകൾ വന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വരും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോയ നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ ഓർക്കാൻ പറ്റിയൊരു സാധനം കൂടിയാണ് ഈ കൊല്ലങ്കോട് ഭാഗത്തെ ഈ വിശാലമായ ഈ പാടങ്ങൾ, ഈ നെൽവയലുകൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം. പക്ഷെ ഇതിന് മുൻപ് നമ്മൾ വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്ത് രസമായിരിക്കുമല്ലോ. ഈ രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പ് പുതച്ച നെൽപ്പാടങ്ങളും നടുക്കൂടെ ആ കാറ്റൊക്കെ ഏറ്റ് ഇങ്ങനെ നടക്കാൻ പറ്റുക, അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നല്ല കാഴ്ചയാണ്, അതിമനോഹരമായ കാഴ്ചയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുറച്ചൊരു ഉച്ച സമയത്താണ്. ഈ സമയം അല്ല ആക്ച്വലി പെർഫെക്റ്റ്. നമ്മളൊരു നല്ലൊരു മോർണിംഗ് സമയത്തോ അതല്ലെങ്കിൽ നമ്മളൊരു 5 മണി ആ സമയത്തൊക്കെ വരണം. അപ്പോൾ കുറേയും കൂടി നമുക്ക് ഈ സൂര്യൻ വെയിലൊന്നും ഏൽക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞ കുടിലിടം. ഇവിടെ ഇപ്പം ഈ സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റാന്തൽ വിളക്കൊക്കെ വെച്ചേക്കുന്നത്. ഇത് ഈ നെൽപ്പാടത്ത്, ഈ വയലിൽ അവരുടെ കൃഷിക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കർഷകർ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ കുടിലിടം. ഇപ്പൊ ഇത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പാടശേഖരത്തെ വ്യത്യസ്തം നോക്കുന്ന മറ്റൊരു കാഴ്ച എന്താണെന്നറിയാമോ? ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ ഏതെങ്കിലും ഒരു പാടശേഖരത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചെടികൾ. നമ്മുടെ ജമന്തിപ്പൂന്നാ, ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതിനെ ജമന്തി എന്നാണ് പറയുന്നത്. മറ്റിടത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല മഞ്ഞ ജമന്തി, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തോ ഒരു പൂവുണ്ട്, അതും നല്ല പർപ്പിൾ കളറുള്ള പൂവ്. അങ്ങനെ ഈ പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ഈ പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് നമുക്ക് ചില സമയങ്ങളിലൊക്കെ തോന്നില്ലേ? ആ കാഴ്ച എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷമമൊക്കെ വന്ന് നമ്മൾ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വരിക.
ഗ്രാമീണ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോ കുറേ നാളായിട്ട് നമ്മുടെ കണ്ണിലൊക്കെ മറഞ്ഞു പോയ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സിറ്റി ഏരിയയിലൊക്കെ ഉള്ളവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞു പോയ കുറച്ച് കാഴ്ചകൾ ഞാൻ നേരിക്കാനാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതെന്താ ഈ പതിരും നെല്ലും വേർതിരിക്കുന്ന അതല്ലേ? ഇത് പതിര്, അത് നെല്ല്. ഓക്കെ 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 ഓക്കെ. അപ്പൊ പാലക്കാട് എന്തുണ്ട് വിശേഷം? കൊല്ലംകോട് എന്താ വിശേഷം? ഒന്ന് ചിരിച്ചേ, നല്ല രസമുണ്ട്. ഒന്ന് ചിരിച്ചേ. കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് രസാ. അപ്പൊ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പാണല്ലോ, അതിന്റെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഇവിടെ ഉണ്ടോ? ഇവിടെ ആകുന്നേ ഉള്ളൂ. അതിന്റെ ചൂടൊന്നും ഇങ്ങോട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കൊരു പാട്ട് പാടിയാലോ? നമുക്ക് ഈ സമയത്ത് ഒന്ന് പാടിയാലോ 2 വരി? തുടങ്ങിക്കോ. പെണ്ണിന്റെ കൊട്ടില് നെയ്യുള്ള പീടക്കിണ മീനാണ്. അപ്പൊ നമ്മുടെ ഈ ടീമിന്റെ മുതലാളി വരൂ. എന്താണ് മുതലാളി ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കുകയാണ്. വാ ഇങ്ങോട്ട്. മുതലാളി, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ചേട്ടന്റെ പേരെന്താ? ചന്ദ്രൻ. ഓക്കെ. എന്തൊക്കെയുണ്ട് ചന്ദ്രൻ ചേട്ടൻ വിശേഷം? കൊല്ലംകോട്ടെ വിശേഷങ്ങൾ പറ. നല്ല വിശേഷം. കൊല്ലംകോട്ടെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നേ. നല്ല കാഴ്ച, അതിമനോഹരമായ കാഴ്ച. അമ്പലം, കൊല്ലം നെടുമണി പാടം, അയ്യപ്പന്റെ ചായക്കട. അയ്യപ്പന്റെ ചായക്കടയ്ക്ക് ഇപ്പൊ മാറിപ്പോയി കേട്ടോ. നമ്മൾ ഈ ചായക്കട ദേശമല്ല വന്നത്. അങ്ങനെ വലിയ മാറ്റങ്ങളൊക്കെയാണ് അല്ലെ? അപ്പൊ ഈ നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടൊന്നും ഇവിടെ വല്ലാണ്ട് ബാധിക്കുന്നില്ല. ഇവിടെ ചൂടില്ല. ചൂട്. അതെ. അപ്പൊ ശരി, അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓക്കെ. കൊല്ലംകോട്ടെ കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ, ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് എങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? തമിഴ്നാട് അതിർത്തിയിൽ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള അതിമനോഹരമായ ഗ്രാമം. ഇന്ത്യയിലെ 10 പൈതൃക ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച നമ്മുടെ മനോഹരമായ സുന്ദര ഗ്രാമം നമ്മുടെ പാലക്കാട് നിന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ 26 കിലോമീറ്റർ അകലെ മാറി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം, നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ കൊല്ലംകോട്ടെ വാമന ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ വാമന ക്ഷേത്രം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞിരാമായണം മുതൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയത് ഹൃദയം സിനിമയിൽ നമ്മുടെ അരുണും ദർശനയൊക്കെ ഇരുന്ന് സംസാരിച്ച ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ, ആ മലയ്ക്ക് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്.